നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനികൾ, അന്തരിച്ച ശ്രീമാൻ ജോസ് പ്രകാശിൻ്റെ ഓർമ്മ ദിനമാണ്. ആ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വളരെ ലളിതമായും ചുരുക്കമായും വിവരിക്കാം. ആദ്യം പറയുന്നത് നടക്കാൻ സാധ്യത കുറവാണ്, കാരണം എല്ലാം നശിക്കും. രണ്ടാമത് നടക്കാനുള്ള സാധ്യത അത് മറ്റൊന്നുമല്ല. ഇപ്പോൾ ലോക ജനസംഖ്യയിൽ 800 കോടിയോളം എന്ന ലോക ജനസംഖ്യയിൽ 250 കോടിയായിരുന്ന ക്രിസ്ത്യൻ സമുദായം, 210 കോടികളാണ് മുസ്ലിം സമുദായം. അതിപ്പോൾ വ്യത്യാസം വന്നു 10 കോടിയുടെ വ്യത്യാസമായി, അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് പറയുമ്പോൾ 2050 ലോകത്ത് മുസ്ലിം ആധിപത്യം, ഒരിക്കലും ആധിപത്യം അത് മോശമായ രീതിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കേട്ടോ, വരുമെന്ന് ഒരു വിദേശ സായിപ്പ് എഴുതിയ പുസ്തകത്തെക്കുറിച്ച് നമ്മുടെ ആലപ്പുഴക്കാരൻ മന്ത്രി സുധാകരൻ പറഞ്ഞു. പലരും അത് അത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അതിനൊരു കാരണം 2050 ആവശ്യമില്ല. കാരണം പണ്ടൊരു രാജാവിൻ്റെ അടുത്ത് ഒരു ബീഡി തെറുപ്പുകാരൻ വന്നു. ബീഡി തെറുപ്പുകാരൻ അയാൾ എന്താ കൂലി വേണ്ട? ഒന്നും വേണ്ട സാർ, എനിക്ക് ഇന്ന് ഒരു ബീഡി, നാളെ 2 ബീഡി, മറ്റാൾ 4 ബീഡി, അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് തന്നാൽ ഇത്. അത് സമ്മതിച്ചു. നിങ്ങൾക്കെല്ലാം ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് നോക്ക്. 1 2 2 4 4 8 അങ്ങനെ 400 ദിവസം. ഒരു കൊല്ലത്തിൽ 365 ദിവസമാണ്. 400 ദിവസം കൂട്ടിക്കും, കോടിക്ക് നമ്പറാവും. അത് വലിയ സംഖ്യവും. അതുപോലെയാണ് ഈ ലോകമുണ്ടായിട്ട് ആയിരക്കണക്കിന് വർഷമായി, ഭൂമിയിൽ ജനവാസം വന്നിട്ടും ആയിരക്കണക്കിന് വർഷമായി. പക്ഷേ 1939-45 രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്നത്. അപ്പോൾ ലോകമുണ്ടായ അന്ന് മുതൽ രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയ 1939-45 വരെയുള്ള പുരോഗതിയും 40-ന് ശേഷമുള്ള പുരോഗതി എടുത്താൽ ഈ 40-ന് ശേഷം പുരോഗതിയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ. അതൊക്കെ ശാസ്ത്രീയ തെളിയിച്ച കാര്യമാണ്. അതിനർത്ഥം വളരെ ഫാസ്റ്റസ്റ്റാണ് നമ്മൾ ലോക വളർച്ച. അപ്പോൾ ഇനിയുള്ള 2026 പോയിട്ട് 50, 24 വർഷം പോലും ആവശ്യം വരുന്നില്ല മുസ്ലിങ്ങളുടെ ഒരു ഇത് വരാം. അത് ഞാൻ ചെറിയ ചുരുക്കി പറയാം. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം, അതിന് അമേരിക്കയുടെ സഹകരണം, ആ യുദ്ധത്തിൽ ഇസ്രായേലും അമേരിക്കയും ഏതാണ്ട് 100% ഫെയിലിയർ, തോറ്റിരിക്കുകയാണ്. നിൽക്കക്കള്ളിയില്ലാതെ അമേരിക്ക വല്ല ബോംബ് പ്രയോഗിച്ചാൽ അതോടുകൂടി ലോകം തന്നെ ഇല്ലാതെയാവും. അത് നമ്മൾ ഭൂമിയില്ലാത്ത പ്രപഞ്ചം 30 വർഷം എഴുതിയ പുസ്തകമുണ്ട്, ഭൂമിയില്ലാത്ത പ്രപഞ്ചം, എർത്ത്ലെസ് യൂണിവേഴ്സ്. അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലോട്ടെ അത് ബുദ്ധിയുള്ള മനുഷ്യരും കോമൺ സെൻസ് അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള നേതാക്കളായതുകൊണ്ട് അത് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം അതുകൊണ്ട് എല്ലാം തീർന്നല്ലോ. പിന്നെ നടക്കാനുള്ള സാധ്യത ഇപ്പോൾ രണ്ടാമത് പറയുന്നതാണ്, നിങ്ങൾ കേട്ടോളൂ. അതിപ്പോൾ ജനസംഖ്യയിൽ ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ലോകം മുഴുവൻ അടിക്ക് ഭരിക്കുന്നത് ക്രിസ്ത്യൻ സമുദായമാണ്, പിന്നെ ക്രിസ്ത്യാനികളാന്നൊക്കെ ഒരു ധാരണയുണ്ട്. അത് നല്ലത് ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളും മുസ്ലിം ക്രിസ്ത്യൻ തമ്മിൽ. അപ്പോൾ ഇത്രയും കാലം അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എന്നുള്ള ഒരു ലോബി ലോകത്ത് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ സോവിയറ്റ് റഷ്യ തകർത്ത്, USSR തകർത്തോടുകൂടി പിന്നെ അവർക്ക് എതിരാളില്ലാതെയായി. സോവിയറ്റ് റഷ്യ പോയി, ഇപ്പോൾ റഷ്യ ആണല്ലോ, സോവിയറ്റ് യൂണിയൻ പോയല്ലോ, USSR ഇല്ലല്ലോ. അത് ഗോർബച്ചോവ് കൊണ്ട് ഈ പോപ്പിന് മുമ്പിൽ മുട്ടുകുത്തിയോടി അത് തീർന്ന്, കമ്മ്യൂണിസം തീർന്ന്, ഇപ്പോൾ സോവിയറ്റ് റഷ്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മാറി. പിന്നെ അവർക്കൊരു ശത്രു വേണം. ആർക്കും ജീവിക്കാൻ ഒരു ശത്രു ഇല്ല, വളർച്ചയാവില്ല, അത് മസ്റ്റാണ്. അപ്പോൾ പിന്നെ ഏതാണ് ഈ ലോകത്ത് പിന്നെയുള്ളത്? മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനി മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങൾ ശത്രുവാക്കി കണ്ടുകൊണ്ട് ഈ ഇസ്ലാമോഫോബിയ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ഉണ്ടാക്കി മുന്നോട്ട് പോയി. അങ്ങനെ പോയി അവർ ഈ ആധിപത്യം തീർന്നു കഴിഞ്ഞു. ഇനി ആധിപത്യം ഇല്ല. എന്താ കാരണം വെച്ചാൽ, ഒരു മാളത്തിൽ പാമ്പ് വസിക്കുന്ന കൂട് അല്ലെങ്കിൽ പൊത്ത്, ആ മാളത്തിൽ നിന്ന് യഥാർത്ഥ വിശ്വാസിയെ വിശ്വാസിയെ 2 പ്രാവശ്യം പാമ്പ് കടിക്കലാണ്ട്. ഒരു പ്രാവശ്യം കളിക്കൂടി അവൻ മനസ്സിലാകും അതിൻ്റെ ആപത്ത്.
അതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങളെ അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും ലോബി ചേർന്ന് അവരെ ചൂഷ് ചെയ്ത് അവരെ സമ്പത്ത് മുഴുവൻ കൊള്ള ചെയ്ത് കൊണ്ട് അവരെല്ലാം സംരക്ഷണം ഏൽക്കാമെന്ന് പറഞ്ഞ് 10,000 കോടിക്കണക്കിന് മില്യൺ കണക്കിന് ഡോളർ വാങ്ങിച്ചുകൊണ്ട് അവർ സമ്പാദിച്ചതല്ലാതെ ഒരൊറ്റ കൈ വന്നപ്പോൾ ഞങ്ങൾ രക്ഷിക്കാൻ സാധിക്കില്ല, നിങ്ങൾ സ്വയം രക്ഷയെടുത്തു എന്ന് പറഞ്ഞ് പറ്റോടി അത് അറബികൾ ഈ ഗൾഫുകാർ മനസ്സിലായി. ഒരു കാര്യം മനസ്സിലായി, ഇന്നലെ പറഞ്ഞു ആകെ 200 കോടി വരെ മുസ്ലിങ്ങൾ, അതിൽ 10 കോടി ഇറാൻ, 10 കോടി ഇല്ല, ബാക്കി 200 കോടി 210 കോടി വേറെയുണ്ട്. അതിൽ ചില രാജ്യം ഒഴിച്ച് ബാക്കി ഒന്നും ഒരു കളിത്തോക്കുകൾ ഉണ്ടാക്കിയില്ല. അപ്പം അതിൻ്റെ എല്ലാം യഥാർത്ഥ ബുദ്ധിമുട്ടും പ്രായോഗിക പ്രയാസവും എല്ലാം അവർ മനസ്സിലാക്കി. ഇനി എന്ത് സംഭവിക്കുന്നറിയോ, അവർ ലോകത്ത് എവിടെയെല്ലാം വിദഗ്ധന്മാരുണ്ടോ അവിടെയെല്ലാം വരുത്തി. ഞാൻ ഒരു കാര്യം പറയേ, മക്കയുടെ മദീനയുടെ വികസനം അവിടെ ഒരു അമുസ്ലിം കേരളത്തിലെ ഇതുവരെ, അത് മുസ്ലിങ്ങൾ മാത്രമാണ് ആ വികസനം. ലോകത്ത് എവിടെയെല്ലാം മുസ്ലിങ്ങൾ ബുദ്ധിയുള്ളവരുണ്ടോ അവരെല്ലാം എഞ്ചിനീയർമാരെല്ലാം ഇവർ പറയുന്ന കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടുത്ത് അവിടെ മക്ക കാണിച്ചിട്ട് നോക്കണം. അത്ഭുതമാണ്, നമുക്ക് മാതൃക കാണാൻ വേറെ ഇല്ല. അതുപോലെ മദീന, അതുപോലെ എവിടെയെല്ലാം ബുദ്ധിയുള്ള ആൾക്കാരുണ്ടോ അവിടെ ആരെല്ലാവരും മുസ്ലിം മാത്രം ഏത് ജാതി അവരെന്ത് കൊടുത്തു വാങ്ങിക്കൊടുന്ന് അവർ ആയുധം സന്നാഹം ഉണ്ടാക്കുന്നു. മാത്രമല്ല ഇന്ന് ഇറാൻ ചെയ്തതിനേക്കാൾ 10 മടങ്ങ് ശക്തിയായിട്ട് അവരുടെ ആയുധം ഉണ്ടാക്കും. അവർക്ക് മനസ്സിലായി അവരുടെ ബുദ്ധിമുട്ട്. അപ്പോൾ ആയുധ ലോബിയിലും മറ്റ് എണ്ണത്തിലും എല്ലാം ലോകത്ത് മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം സമുദായവും ഒന്നൊന്ന് മെച്ചമായിട്ട് വരും. അതാണ് യൂറോപ്പിൽ എഴുതിയ പുസ്തകം 2050 മുസ്ലിം ആധിപത്യം വരുമെന്ന്. 2050 ഇനി 24 വർഷമുണ്ട്, ഏതൊരു 4 നൂറ്റാണ്ടുണ്ട്, അതൊന്നും വേണ്ടി വരില്ല. അപ്പോൾ അതിനർത്ഥം ഇത്രയും കാലം അവർ മയക്കി നയത്തിൽ നിർത്തി അവരെ കാശ് മുഴുവൻ അമേരിക്ക പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പിന്നെ ഇറാഖിനെ കാണിച്ചൊക്കെ വാങ്ങിക്കൊണ്ടുപോയി. അവർക്കൊരു ആശ്വാസം കിട്ടില്ല, ഒരു സഹായം കിട്ടിയില്ല. അവരൊരു കാര്യം മനസ്സിലായി, എന്താണ് ഞങ്ങളുടെ കഴിവേട്? പണമില്ലായിക്കാണോ? അത്യാവശ്യം ആളില്ലായിക്കാണോ? ഒന്നുമല്ല. നമ്മുടെ കഴിവ് സ്വയമായിട്ട് വിനിയോഗിക്കാതെ മറ്റൊരാളുടെ സംരക്ഷയിൽ നിന്നാണ് നമുക്ക് പറ്റിയ അപകടമെന്ന് ഗൾഫ് രാജ്യങ്ങളിലെ മനസ്സിലായി. അത് മനസ്സിലാക്കിയത് ഏറ്റവും വലിയ തെളിവല്ലോ. ഇത്രയും ബോംബൊക്കെ ഇട്ടിട്ടും അവരെന്താ ഇറാനെ എതിർക്കാത്തത്? അവർക്ക് കാര്യം മനസ്സിലായി, ഇറാനല്ല അവരുടെ ശത്രു, അമേരിക്കയും ഇസ്രായേലുമാണെന്ന് മനസ്സിലായി. അത് മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ ഇരിക്കുകയും ആ ഗൾഫുകാർ അമേരിക്ക ഒത്തു നിന്ന് ഇറാൻ ആക്രമിക്കാതൊക്കെ പ്ലാൻ ഇസ്രായേലിന് അമേരിക്ക ഉണ്ടായിരുന്നു. പക്ഷെ അത് മുസ്ലിം സമുദായം മൊത്തത്തിൽ മണ്ടന്മാരല്ല, ചില ആൾക്കാർ മണ്ടന്മാരില്ല, മൊത്തത്തിൽ ബുദ്ധിജീവികളെ. ലോകത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം നടത്തിയത് മുസ്ലിം സമുദായമാണ്. പൂജ്യത്തിൻ്റെ വില മുതൽ അങ്ങോട്ട് നോക്കിയ ലോകത്തെ ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റി മൊറോക്കോയിലെ ഒരു വനിതയാണ് ഏതാണ്ട്. അവർ ഒരുപടി പരിഷ്കാരങ്ങളും മാറ്റങ്ങളും കണ്ടുപിടുത്തം നടത്തിയിട്ട് ഈ അറബികൾ മുസ്ലിങ്ങൾ. പക്ഷെ ഇവിടെ ചില സംഖ്യകളും കാസിം പറയും നിങ്ങൾ എന്ത് കണ്ടുപിടിച്ച്, എല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചാലേ ഉള്ളൂ. അതൊക്കെ ഞാനിപ്പോൾ ചർച്ച എടുക്കുന്നില്ല, മനസ്സിലാവും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ലോകത്ത് ആധിപത്യം ഇനി വരാൻ പോകുന്നത് മുസ്ലിങ്ങൾക്കാണ്. ഞാൻ പ്രത്യേകം ഞങ്ങളിപ്പോൾ ചേർന്ന് ആധിപത്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനാധിപത്യമുണ്ട്, പണാധിപത്യമുണ്ട്, പ്രഭുക്കന്മാർ രാജാക്കന്മാർ ആധിപത്യമുണ്ട്, പിന്നെ പല പല ആധിപത്യമുണ്ട്. അത് ഏറ്റവും നല്ലത് ജനങ്ങളുടെ ആധിപത്യം, ജനാധിപത്യം, ഡെമോക്രസിയാണെന്ന് ലോകം തെളിയിച്ചു കഴിഞ്ഞു. അതിൽ പോരായി ഉണ്ടെങ്കിലും പക്ഷേ ഈ ആധിപത്യം മുസ്ലിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഒരു കാരണവശാലും മറ്റ് സമൂഹങ്ങൾ ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ചെയ്യുമ്പോൾ മറ്റ് സമൂഹങ്ങൾ ഒതുക്കുകയോ അത് നശിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് ഞങ്ങൾ കർശനമായിട്ട് താക്കീത് ചെയ്യുന്ന ഒപ്പം തന്നെ അവരൊരു പ്രമാണമുണ്ട്. ആ പ്രമാണം ഇസ്ലാമിക തത്വസംഹിത പറയുന്ന 2 പോയിന്റ് ഞാൻ പറഞ്ഞു നിർത്താം. ഒന്ന്, അയൽവക്കം പട്ടിണി എടുക്കുമ്പോൾ വയറ് നിറയെ ആഹാരം കഴിക്കുന്നത് എൻ്റെ സമുദായത്തിൽപ്പെട്ടതല്ലെന്ന് പ്രവാചകവചനം. നിങ്ങൾ മറ്റാൾക്കൊരു മോശമായി ചിന്തിക്കുന്നവരും പാവമാണ് പറയുന്നത് മറ്റൊരു പ്രത്യയശാസ്ത്രം. ഇങ്ങനെയുള്ള ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിം സമുദായം ഉള്ളിടത്ത കാലം ഒരു കാരണവശാലും ലോകത്ത് ഒരു മുസ്ലിങ്ങളും അന്യ മതക്കാരോ രാഷ്ട്രീയക്കാരോ യുദ്ധത്തിൽ പോയിട്ടില്ല. അവരെന്ത് ചെയ്തിട്ട് അവർ പരസ്പരം ഇറാൻ ഇറാഖുണ്ടായി അല്ലെങ്കിൽ അങ്ങനെ പരസ്പരം അവർ തമ്മിലല്ലാതെ പുറത്ത് ആരും പോയിട്ടില്ല. പക്ഷേ ഈ അമേരിക്ക പോയത് മുഴുവൻ മുസ്ലിം രാജ്യങ്ങളെയാണ്. മുസ്ലിം രാജ്യങ്ങൾ പോയി വളരെ കുറച്ചുള്ളൂ. അത് അങ്ങനെ ചെയ്യില്ല. ഒരിക്കലും മുസ്ലിം സമുദായത്തിന് ആധിപത്യം വന്നാലും ലോകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ഞങ്ങൾ 100% ഗ്യാരണ്ടി പറയാം. എന്തുകൊണ്ടാണ്? അവരുടെ പ്രത്യയശാസ്ത്രം, തത്വശാസ്ത്രം. 90 രൂപ വന്നു കഴിഞ്ഞാൽ 10 ചെയ്ത് 100 ബ്ലേഡിലിട്ട് 5 രൂപ പലിശ വാങ്ങിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തെ പോലെയല്ല, അല്ലെങ്കിൽ അപൂർവം ചില ഹിന്ദു സമുദായത്തെ പോലെയല്ല. മുസ്ലിം സമുദായം 90 കിട്ടിയാൽ 90 ചിലവഴിക്കും. അതാണല്ലോ. ഞാൻ മിനിയാന്ന് ഹോട്ടലിൽ
ചായ കുടിച്ച് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കുമ്പോഴേ എൻ്റെ മുമ്പിൽ ഒരു സ്വാമി വന്നു. സ്വാമി വന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനാണ് പുള്ളി ഭക്ഷണം. ഞാൻ പറഞ്ഞു സ്വാമി സംസാരിക്കില്ലേ, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മനസ്സ് ശാന്തമായി നിശബ്ദമായിട്ട് ഭക്ഷണം അതാണ് നല്ലതെന്ന് പറഞ്ഞ് പുള്ളി സമ്മതിച്ചു. അപ്പോൾ അത് പറഞ്ഞ് സ്വാമി ആ വടതലയിൽ 5 മക്കൾ, അമ്മയും മോളും പിന്നെ 3 മക്കളും ആത്മഹത്യ ചെയ്തു. ഒരു കൊച്ചിന് മാറാത്ത അസുഖം വന്നു, പൈസയില്ല, സാമ്പത്തിക. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്വാമി ഞങ്ങളോട് പറഞ്ഞാൽ, ഞാനല്ല എൻ്റെ ഗ്രൂപ്പിനോട് പറഞ്ഞാൽ എത്ര കോടികൾക്ക് വേണം അസുഖത്തെ ചികിത്സിക്കാൻ? ഒറ്റ ദിവസം കൊണ്ട് 38 കോടി 38 കോടി പിരിച്ചെടുത്താണ് കേരളത്തിലെ മലയാളികൾ. അതിൽ 90% 95% മുസ്ലിങ്ങളുടെ കാശാണ്. അവരും വേണമല്ലോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചാൽ ഞങ്ങളുടെ സമുദായത്തെ സംബന്ധിച്ച് അവർ എത്ര ധർമ്മം കൊടുക്കാനും തയ്യാറാണ്. അവരെ പഠിപ്പിച്ചാണ് അസദ്ഖത്തിൽ റദ്ദുൽ ബലാ, ദാനധർമ്മങ്ങൾ ആപത്തിനെ തടയുന്നു. അതൊക്കെ ഒരു ഒരു പ്രമേയമൊക്കെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് പോകുന്ന മുസ്ലിം സമുദായം അവർ ഉണ്ടാക്കും. അതുകൊണ്ട് ആ ചിന്താഗതികൾ മുസ്ലിം സമുദായം ഒരിക്കലും ആധിപത്യം അതിൻ്റെ പേരിൽ മറ്റൊരാളെ ആശ്രയിക്കുകയോ ആക്രമിക്കാതെ ശക്തി കുറഞ്ഞവരെ ശക്തിയുള്ള ആക്രമിക്കുക, അതാണ് ആക്രമണം എന്നുണ്ട്. അല്ല ഒപ്പം പറഞ്ഞ ആക്രമണമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യില്ലാന്ന് ഉറപ്പ് വരാം. ഇതെല്ലാ കാര്യം എന്ന് വെച്ചാൽ ലോകാവസാനം എന്ത് സംഭവിക്കുന്നതൊക്കെ 1500 വർഷം മുൻപ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങളെ രക്ഷകർത്താവ് എന്ന് പറയുന്ന അള്ളാഹു കൊടുത്തിട്ടുള്ള ഒരു ധാരണയും ഒഹിയൊക്കെ വെച്ചാൽ ഈ മാലാക്കന്മാരും ഒക്കെ എത്തിച്ചു കൊടുക്കുക, അല്ലാതെ നൂലെ കൂടി ഇറക്കാൻ പറ്റില്ലോ. എന്നിട്ട് അത് രേഖാമൂലം എഴുതി വെച്ചിട്ടുണ്ട്. ലോകാവസാനം ആകുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും 2026 മാർച്ച് 1-ാം തീയതി വരെ ഇറാൻ്റെ കയ്യിൽ ഇത്രയും ആയുധങ്ങളുള്ള ഇത്രയും ചേർത്തിൽ പോകുന്നത് ആരും വിചാരിച്ചു? ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ ആരും വിചാരിച്ചോ? ഒരാളും വിചാരിക്കാൻ സാധ്യമില്ല. പക്ഷെ പ്രവൃത്തി തുടങ്ങിയപ്പോഴല്ലോ നമ്മൾ ചിന്തയിലേക്കാൾക്ക് ഭാവനയേക്കാൾക്ക് വളരെ അകലത്തിലാണ്. 500 മീറ്റർക്ക് ആഴത്തിലാണ് പാറ തുറന്ന്. 500 മീറ്റർ നമ്മൾ 1600 അടിയായി. പ്രവാചകം വെച്ചിട്ട് 1500 കൊല്ലമേ ഉള്ളൂ. അല്ല ആരും 1600 അടി ആഴത്തിൽ കരിങ്കൽ മല തുരന്ന് വെച്ചേക്കാണ്. ഇതൊന്നും ആ ഒരു ബോംബ് ഇട്ടാൽ മതിക്കാൻ പറ്റില്ല. ഇത്രയും ശക്തമായിട്ട് ഈ 10-30 വർഷം കൊണ്ട് ഇവർ ചെയ്തെങ്കിൽ അവർ നിസ്സാരക്കാരാണോ? അല്ല. ഞാൻ ഒരിക്കലും വീണ്ടും പറയണം, നമുക്ക് ഇറാനെ ബോധ്യപ്പെട്ട കാര്യം നമുക്കില്ല, ഗൾഫുകാരെ ബോധ്യപ്പെട്ട കാര്യമില്ല. നമ്മൾ ബോധ്യപ്പെട്ട നമ്മൾ മാതൃരാജ്യമാണ്, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇറാൻ ഇത്രയും വളർന്നെങ്കിൽ ഇനി ഗൾഫ് രാജ്യങ്ങൾ ഓരോരുത്തരും ഇറാനേക്കാൾ 10 മടങ്ങ് ആയുധ സന്നാഹമായിട്ടും പട്ടാള സന്നാഹമായിട്ടും യുദ്ധം ചെയ്യിക്കാനും ഒക്കെ അവർ പരിശീലനം നടക്കും, അവർ ശ്രമിക്കും. ഇപ്പം അവർ പോരായിക മനസ്സിലായി. എന്താണ് ഞങ്ങളുടെ പോരായിക? അത് രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ ചികിത്സ എളുപ്പമുണ്ടെന്നേ. രോഗം കണ്ടിരിക്കുക പ്രയാസം. ഗൾഫുകാർ സൗദി അറേബ്യ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവർ ഒരു കാര്യം മനസ്സിലായി, എന്താണ് ഞങ്ങളുടെ പോരായിക? നമ്മുടെ പോരായിക നമ്മൾ ആയുധം ഉണ്ടാക്കിയില്ല, നമ്മൾ അമേരിക്കയെ അന്ധമായിട്ട് ഏൽപ്പിച്ചു, അമേരിക്കയോട് കാലുവാരി അത്യാവശ്യ സമയത്ത് കാലുവാരി എന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കി. അപ്പോൾ അതാണ് മാളത്തിൽ നിന്ന് ഒരു മുസ്ലിം ഒരു വിശ്വാസി, ഈ വിശ്വാസി 2 പ്രാവശ്യം ബാബുരി കേൾക്കില്ല, ഒരു പ്രാവശ്യം കേൾക്കില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവും. അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ ലോകത്ത് മുസ്ലിം ആധിപത്യം വരുമെന്നും അതിൽ ആയുധ ലോബി ഇറാനേക്കാൾ 10 മടങ്ങ് ഗൾഫുകാരാകുന്നു. അതിന് മുൻപിൽ അമേരിക്കയോ ബ്രിട്ടനോ ചൈനയല്ല മറ്റേ ഈ ഇസ്രായേലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും അവർ വിധേയരായിട്ട് ഇപ്പം എങ്ങനെയാണോ ഗൾഫുകാരും മുസ്ലിങ്ങളും അമേരിക്കക്ക് വിധേയത്തിൽ നിൽക്കുന്നത് അതുപോലെ അവർ വിധേയരായിട്ട് നിൽക്കും. പക്ഷെ ആ വിധേയരായി നിൽക്കുമ്പോൾ ഒരിക്കലും അങ്ങോട്ട് ആക്രമിക്കില്ല, പ്രത്യാക്രമണം ഉണ്ടാവില്ല. അത് ഈമാൻ്റെ ഭാഗമല്ല, ആക്രമിക്കാൻ പാടില്ല. അതുകൊണ്ട് സമാധാനമായിട്ട് ലോകത്തുണ്ടാവും, പേടിക്കണ്ട. അത് അത്രയും കാര്യം പാടില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരുപടി ആൾക്കാർക്ക് ഡൗട്ട് ചോദിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ടും പറയാം. ഇനി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരാം. ആകെ 25 മിനിറ്റിലും കേരളസഭ ഇലക്ഷൻ നടക്കും. ഇന്ന് ഞാൻ പറയും, ഇന്നലെ ഒരു മാർ കൊറിലോസ് അതേ ഒരു പുരോഗമന ചിന്താക്കാരനാണ്. ഇത് അതിനു മുമ്പ് പലതങ്ങനെയാണ് JK ഗ്രൂപ്പാണ്. അദ്ദേഹം പറഞ്ഞ് ഈ LDF ഇത്തവണ മാറി നിൽക്കട്ടെ, UDF അധികാരത്തിൽ പറ്റേ, അതാണ് LDF നല്ലത്, UDF നല്ലത്, രാജ്യത്ത് നല്ലത് എന്ന് പറഞ്ഞത്. അദ്ദേഹം കുറച്ചുകൂടി ചിന്താശക്തികളാണ്. അതിൽ ഞങ്ങളാണല്ലോ മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞ അതിനുവേണ്ടി ഞങ്ങൾ പുറത്തുനിൽക്കുക, അങ്ങനെയാണല്ലോ. അതേ സ്ഥാനത്ത് മറ്റ് ചില സഭകൾ വന്നിട്ടുണ്ട്, LDF വന്നോട്ടെ കുഴപ്പമില്ല, അത് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ വന്നോട്ടെ എന്ന് പറഞ്ഞ് പ്രവർത്തനങ്ങൾ വോട്ട് ചെയ്തോ. പക്ഷേ
നിങ്ങൾ എത്രയൊക്കെ വോട്ട് ചെയ്താലും ഇവിടെ സംഘപരിവാറും കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും എത്രയൊക്കെ പുതിയ എത്രയൊക്കെ പ്രവർത്തിച്ചാലും കോൺഗ്രസിൽ ചെറിയ വിഭാഗം കുതികാൽ വെട്ടിയാലും 75 സീറ്റ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുസ്ലിം സമുദായം UDF ഉറപ്പാണ്. അതൊരു യാതൊരു മാറ്റില്ല. എത്ര അത് വോട്ടെടുപ്പിൽ കൃത്രിമം നടന്നില്ലെങ്കിൽ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇരട്ടി അഭ്യാസിയുടെ മുമ്പിൽ ഇരട്ടി ബലത്തിന് മുമ്പ് ഒരു അഭ്യാസം പറ്റില്ല പറയും. നമ്മൾ എത്ര വലിയ അഭ്യാസമായാലും ഇരട്ടി ബലം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുപോലെ ഈ വോട്ട് 10-30 ദിവസം ഗ്യാപ്പുകളുണ്ട്. അതിലെന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സീല് BJPയുടെ സീലാണ്. അപ്പോൾ എവിടെ എത്തി കാര്യങ്ങൾ? ഇവിടെ എത്തിയിടൂ. അങ്ങനെ നമുക്കൊന്നും പറയും. ഇല്ലെങ്കിൽ സതീശൻജി 75 സീറ്റ് എത്ര തലകുത്തി വന്നാലും UDF ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഉറപ്പാണത്. മൊയ്തീൻ ഷായുടെ ഉറപ്പത് വെറും PC ചാക്കോൻ്റെ വാക്കുപോലെ എന്നുള്ളതല്ല. PC ചാക്കോര് മന്ത്രിസഭ രാജിവെപ്പിക്കാൻ വേണ്ടി ജാഥ നടത്തി തൃശ്ശൂർ വന്നപ്പോൾ ജാഥ പോയി എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത്. PC ചാക്കോൻ്റെ ഉറപ്പ് പോലെയാണ്. അത് ചാക്കോൻ്റെ ഉറപ്പും കാലിച്ചാക്കോ ഒരു എന്നൊക്കെ വെച്ച് കളിയാക്കും. ഞാനത് കളിയാക്കളത്തേക്ക് എടുത്ത പോലെ മൊയ്തീൻ ഷായുടെ ബാക്കി ഇതാണ്. 75 സീറ്റ് എത്ര കുതികൾ വെട്ടിയാലും കേരളത്തിൽ മുസ്ലിം സമുദായം 40% മുസ്ലിം സമുദായം ഗ്യാരണ്ടി എന്നുകൊണ്ട് UDF ജയിക്കും. അത് ഒരു കാര്യം പറയാം, UDFിൻ്റെ മഹത്വം കൊണ്ടോ അല്ലെങ്കിൽ LDFിൻ്റെ മോശം കൊണ്ടോ അല്ല. ദീർഘമായി ചിന്തിക്കുമ്പോൾ LDF അധികാരത്തിൽ മാറി നിൽക്കുന്നതാണ് നല്ലത്. അതാണ് അച്ഛൻ പറഞ്ഞത്, അത് ഞങ്ങളും പറഞ്ഞത്. കാരണം അങ്ങനെ മാറി നിന്നാൽ മാത്രമേ UDF അധികാരത്തിൽ വരുള്ളൂ. അതാണ് ഞങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് അധികാരം കിട്ടിക്കഴിയുമ്പോഴേ കത്തോലിക്ക ഇന്റർനാഷണൽ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ട്. അതാണല്ലോ രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ. ആ കത്തോലിക്ക കോൺഗ്രസ് പള്ളിനെ വിളിച്ചു പറഞ്ഞ് കേൾക്കുന്ന ആളെ വിളിച്ചിട്ട് അത് ചെയ്തൊക്കെ കൊടുത്താലോ ചന്തിക്കടി കിട്ടും. ചന്തിക്കടി. കാരണം സോണിയാഗാന്ധി അവിടെ പ്രധാനം എടുത്തപ്പോഴേ 10 ഉന്നതരിൽ രാഹുൽ ഗാന്ധി, സോണിയാജി, പിന്നെ ആസാദ്ജി, ഇപ്പോൾ ഗാർഗജി, 4 G ബാക്കി വെച്ചത് 4 ബാക്കി 6 Gയും കത്തോലിക്ക Gയാണ് കേരളത്തിൽ വെച്ചത്. ഏത് ദേശീയ 10 സ്ഥാനത്തേക്ക്. ആ 10 സ്ഥാനത്ത് 6 Gയിൽ 1 G വെച്ച് ബാക്കി എല്ലാവരും അവസാനം BJPയിലേക്ക് പോയി. ആനയുടെ മകൻ പോയി, കരുണാകരൻ്റെ മകൾ പോയി, പിന്നെ മറ്റേ മലയാളം സംസാരിക്കാത്ത അദ്ദേഹം പോയി, PC ചാക്കോൻ്റെ KV തോമസ് മാഷ് പോയില്ലെങ്കിലും പാർട്ടി വിട്ടുപോയി, കോൺഗ്രസിൽ പോയി, PC ചാക്കോ പോയി, എല്ലാവരും പോയി. അപ്പം അങ്ങനെയുള്ള വീഴ്ച പറ്റി അതൊന്നും ഇനി ആവർത്തിക്കരുത്. കോൺഗ്രസ്സുകാരോടും സതീശോടും രമേശോടും എല്ലാ ജീവന്മാരോടും പറയാണ്, ഇത് താക്കിയതല്ല, മുന്നറിയിപ്പല്ല, ഭയപ്പെടുത്തലൊന്നുമില്ല, യാഥാർത്ഥ്യമാണ്. 75 സീറ്റ് ഗ്യാരണ്ടിയായിട്ട് നിങ്ങൾ കേരളത്തിൽ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ തട്ടിപ്പെടുന്നില്ല ഇത് ചെയ്തു തരാം. പക്ഷെ നിങ്ങളെപ്പോഴും അവസരം അധികാരം വന്നു കഴിയുമ്പോഴും പള്ളി പറയുന്ന പട്ടം പറയുന്നത് എനിക്ക് വേദന അറിയൂ. ഞാൻ RJD സംസ്ഥാന പ്രസിഡന്റ് നയിക്കുമ്പോഴേ ലാലുജി റെയിൽവേ മന്ത്രിയാണ്. അത് എൻ്റെ ഒരാൾ ഹൈക്കോടതി കൗൺസിലേക്ക് വെച്ച് അതെല്ലാം പാസ്സാക്കി ലാലുജിയുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നു, ആ ഫയലിരിക്കുന്നു, അദ്ദേഹം ഒപ്പിടാൻ വയ്ക്കും. ഒപ്പിടാൻ പേരെടുത്തപ്പോൾ ഒരു ഫോൺ കോൾ വന്നു ഇന്ദിരാഗാന്ധി സോണിയാഗാന്ധി ഓഫീസിൽ നിന്ന്. ഒരു കളമശ്ശേരിക്കാർ വെച്ചായിരുന്നു കൊടുക്കാൻ പറ്റും. അപ്പോൾ ദേഷ്യപ്പെട്ട് ലാലുജി ആ ഫയല് ആ മേശപ്പെടുത്തിട്ട് അരടി പൊക്കത്തിലിട്ട് ദേഷ്യപ്പെട്ടത്. എന്നോട് ദേഷ്യമല്ല, കാരണം സോണിയാഗാന്ധി ഓഫീസിൽ വന്ന് ഞാൻ മൊയ്തീൻ ഷായുടെ ഫോൺ എന്ത് വില അവസാനം അദ്ദേഹത്തെ കൊടുത്തു. അത് പിന്നെ റെയിൽവേയിൽ വന്നിട്ടുമില്ല. അപ്പം അതുപോലെയുള്ള പൊട്ടിവെച്ചോടും സതീശൻജി ആയാലും രമേശ് ആയാലും ചെയ്താൽ ഷാഫി കണ്ടിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും, പ്രതിരോധിക്കും. ശാരീരികമായിട്ട് പോലും അടിപ്രതീക്ഷിക്കണം വൃത്തികേട് കാണിച്ചാൽ. ഇതിനു മുമ്പ് പലതും നടന്നത്. അന്ന് മുസ്ലിം സമുദായം നിങ്ങൾ പിന്നെ കഥയിൽ പോയി പോലെ പലരും വഞ്ചിച്ചു. അതൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ക്ഷമിച്ചു പൊരുത്തപ്പെട്ടു. ഇനി പാടില്ല. നമ്മൾ ഒരു മാളത്തിൽ നിന്ന് ഒരു വിശ്വാസിയെ ഒറ്റ പ്രാവശ്യമായിട്ട് പാമ്പടിക്കുള്ളൂ, രണ്ടാമത് കടിക്കില്ല. ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി. കോൺഗ്രസ് മുസ്ലിം സമുദായം ചെയ്ത വഞ്ചനയും തട്ടിപ്പും ചതിയും നെറിയടും ഒക്കെ മനസ്സിലാക്കി. അതെല്ലാം നമ്മൾ വിട്ടു ചെയ്ത് ഇന്നലെ പ്രൊഫസർ കുഞ്ഞിനെ പോലെ കോൺഗ്രസിനെ അധികാരം ഏൽപ്പിക്കണം. അത് സതീശൻ ഭരിച്ചാലും കൊള്ള, മുരളീജി ഭരിച്ചാലും കൊള്ള, 6 G ഭരിച്ചാലും നമുക്ക് കുഴപ്പമില്ല. ഞങ്ങൾ മുഖ്യമന്ത്രി വേണ്ട, ഞങ്ങൾക്ക് റവന്യൂ മന്ത്രി വേണ്ട, ആഭ്യന്തരം വേണ്ട, അത് നിങ്ങളെടുത്തു. പക്ഷേ കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് അത് അറിയുന്ന ഒന്നാണ്. ഇപ്പോൾ ഇവിടെ KV തോമസ് മാഷ് എത്ര നാൾ ഇവിടെ MP ആയിട്ടിരുന്ന് കംപ്ലീറ്റ് അദ്ദേഹത്തെ ഫണ്ട് ഇവിടെ സഭയ്ക്ക് മാത്രം ഉപയോഗിച്ചത് 99%. എനിക്ക് ഉറപ്പ് പറയാം. പുല്ലേപ്പടിക്ക് ഒരു സ്ഥലത്തോടെ ഞങ്ങൾ പാഴ്താട്ട് കിടന്നത്. പിന്നെ നമ്മുടെ കല്ലൂര് ഒരു സ്കൂളുണ്ട്, അതിൽ ഞാൻ PTA പ്രസിഡന്റ്. അതിനോട് ഒരു ദിവസമായിട്ട് പറഞ്ഞല്ല, ഒന്നും ചെയ്തില്ല. ചെയ്ത് മുഴുവൻ സഭയ്ക്ക് വേണ്ടി കൊടുത്തത്. അതൊക്കെ ചെയ്തോട്ടെ, ഞാൻ IB ഉപയോഗിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇനി ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ട് നിങ്ങൾ കൊടുത്ത കുഴപ്പമില്ല, ബാക്കി എല്ലാവർക്കും സമാധാനം കൊടുക്കും. മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കുമല്ല പറഞ്ഞത്, ക്രിസ്ത്യൻസ് മാത്രമല്ല ഹിന്ദുവിനൊക്കെ കൊടുക്കണം, അർഹതപ്പെട്ട് കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പാർലമെൻറ്റ് കാണാൻ പ്രയാസമായിരിക്കും. നിങ്ങൾ ധരിക്കുമ്പോഴും നല്ല കാര്യങ്ങൾക്ക് എടുപ്പ് വളരെ വ്യത്യസ്തമാണെന്ന് പറ്റില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ലോകത്തിൻ്റെ മാറ്റം പറഞ്ഞില്ലേ, ഇതിൽ കൂടുതൽ എന്ത് തുറന്ന് പറയാൻ പറ്റുന്നത്? ഇനി മറ്റേ വടിയെടുത്ത് അടിച്ചു പറയണോ? ഇതിൽ കൂടുതൽ തുറന്ന് പറയാൻ പറ്റില്ല. ലോകത്തിന് കിടപ്പായി പറഞ്ഞത്. ഇപ്പം ഇറാൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ബുദ്ധികൾക്ക് കാണാൻ പറ്റില്ല, പഠിക്കുമല്ലോ. അതും എന്താ വേണ്ട? സമാധാനം, ശാന്തി, സത്യസന്ധത, ആത്മാർത്ഥത, കാര്യശേഷി, പ്രവർത്തനത്തിൻ്റെ കഴിവ്, ഇതെല്ലാം വെച്ച് തുല്യ നീതി, എല്ലാവർക്കും നീതി, അതാണ് മുന്നോട്ട് പോകേണ്ടത്. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തായിരുന്നാൽ 75 സീറ്റിൻ്റെ കാര്യത്തിൽ 40% മുസ്ലിം സമുദായത്തിൻ്റെ റെപ്രസെൻറ്റ് എന്നതിൽ ലീഗിൻ്റെയും കോൺഗ്രസ് ലീഗില്ല മറ്റല്ലോണ്ട് എന്നതിൽ പറയാണ് നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാം, ഒരു സംശയമില്ല. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ച് നിർത്താൻ സമയമുണ്ട്, 6 മിനിറ്റ് ഉണ്ട്. അത് നല്ലത്. പണ്ട് സംഘ് പരിവാറിൽ വരുമ്പോഴേ ചോദിക്കുക, നിങ്ങൾ സംഘി അതിന് ശേഷമാണോ ഈ ഇത്രയും മണ്ടന്മാരത്, മണ്ടന്മായിട്ട് സംഘിയിൽ വന്നാണെന്ന് ഞാനും ചോദ്യം. ഇപ്പോൾ ഓട്ടം ഗോപാലൻ പോലെ അതുപോലെ ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ മണ്ടന്മാരായതുകൊണ്ടാണ് നിങ്ങൾ കാണിക്കാത്തത്, നിങ്ങൾ അറിഞ്ഞു വെച്ചോണ്ട് ചെയ്യുന്നതാണ്. എന്താ കാര്യം? വനിതാ സഭയുടെ ബില്ല് നമ്മുടെ മോഡിജി കൊണ്ടുവന്ന് പാസ്സാക്കിയില്ല, ആരോടും ചോദിക്കാതെ. പക്ഷെ എത്ര കഴിഞ്ഞ്? ഇനി 2031 സെൻസസ് കഴിഞ്ഞിട്ട് ആ ഇലക്ഷൻ ആൾ ഇത് കൊടുക്കുള്ളൂ. അത് ഞങ്ങൾ 2-3-5-6 മാസം മുമ്പ് പറഞ്ഞ കാര്യം ഈ മോഡിജി ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയക്കാരോടും. എന്താ പറഞ്ഞത്? വനിതാ സഭയുടെ ബില്ല് പോരണമെങ്കിൽ പാർലമെന്റ് നിയമം പാസ്സാക്കേണ്ട കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർ തീരുമാനിക്കും ഒരു പ്രമേയം പാസ്സാക്കിയാൽ മതി. അവർ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നാഷണൽ കമ്മിറ്റി കൂടിയിട്ട് ഒരു പ്രമേയം പാസ്സാക്കാം. എന്താണ് ആ പ്രമേയം? വരുന്ന തെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾ വനിതകൾക്ക് 30%, 40%, 50%, 60% അതൊക്കെ തീരുമാനിക്കുക, തിരിച്ചു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് ആ ഒറ്റ പ്രമേയം മതി. എന്നിട്ട് നിങ്ങൾ സ്ഥാനാർത്ഥി തന്നെ നടത്തുമ്പോഴേ ഇപ്പോൾ 30% കഴിക്കുക, 100 പേര് കഴിക്കുക, 30 പേര്. ഇപ്പോൾ 3-1 ആ 30 പേരാണെങ്കിൽ നിങ്ങൾ 100 പേരുണ്ടെങ്കിൽ 30 പേര് വനിതകൾ വെച്ചാൽ പോരെ. അങ്ങ് നിങ്ങൾ വെച്ചാൽ അടുത്ത കോൺഗ്രസും പറയും, BJP ഒക്കെ ചെയ്യും. എന്തിനാണ് ഇതിനൊക്കെ പുതിയ നിയമം ഉണ്ടാക്കുന്നത്? അത് കൊടുക്കാൻ വേണ്ടിയില്ല. ഞാൻ പറഞ്ഞ സിമ്പിൾ ചോദ്യമാണ്. ഞങ്ങളുടെ നാട്ടിലൊരു പാപ്പായും മോളും ഉമ്മായും നല്ല കോഴിക്കറി വെച്ച്. അപ്പോൾ വാപ്പ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് കാറ്റുകൊണ്ടിരിക്കുകയാണ്, അടുക്കള കുറച്ച് അകലെയാണ്. അപ്പോൾ ഉമ്മ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, മോളെ വാപ്പാക്ക് കൊടുത്തു, വാപ്പ തിന്നോന്നറിയില്ല. അപ്പോൾ വാപ്പ വേണ്ട മക്കളെ നിങ്ങൾ തിന്നോ. വാസ ആ കോഴിക്കറി വാപ്പ കൊടുക്കാൻ വാപ്പമാക്ക് മോക്ക് താല്പര്യമില്ല. അപ്പോൾ ഒരു പൊക്കി കിട്ടുകൂടി പുള്ളി വേണ്ട. അതുപോലെയാണ് സ്ത്രീകൾക്ക് വനിതാ സംവരണം കൊടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ മോഡിജി ഉൾപ്പെടെ BJP കോൺഗ്രസ് ഉൾപ്പെടെ ഈ കമ്മ്യൂണിസ്റ്റ് ഉൾപ്പെടെ ലീഗ് ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു പ്രമേയം പാസ്സാക്കിയത് അവർ നാഷണൽ കമ്മിറ്റിയിൽ. എന്താണ് പ്രമേയം? ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ഇലക്ഷൻ മുതൽ വനിതകൾക്ക് 30% ഇത്ര നിങ്ങൾ തീരുമാനിച്ചോ കൊടുക്കണം. അത് സ്ഥാനാർത്ഥി തീരുമാനിച്ചാൽ പോരെ. ആ ഒരു കാര്യത്തിന് ആവശ്യമില്ല നിയമം ഉണ്ടാക്കി വെച്ച്. അതെന്തൊരു അപകടമാണെന്നറിയോ? അർഹതയില്ലെങ്കിൽ കൊടുത്തേ തീരൂ. അതൊക്കെ പല അപകടം. അങ്ങനെ കൊടുത്തേ തീരൂ വയ്ക്കാൻ പാടില്ല, അങ്ങനെ പാസ്സാക്കേണ്ടത്. അത് ചെയ്തില്ല. അങ്ങനെ ചെയ്യാത്തത് വനിതകളോട് കാണിക്കുന്നത് വഞ്ചിനാണെന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ ഇനി ജനങ്ങളെ പൊത്തത്തിൽ പറ്റിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കിൽ നിർത്താണ്. നിങ്ങൾക്ക് ഒരാഴ്ച ജയ് ഹിന്ദ്.